ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ബുക്ക് ക്ലബ് ബൈ ആമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആമി. ഇന്ന് നമ്മൾ വായിക്കുന്നത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നതിലെ ഭാഗം 13 തുടക്കം ഇങ്ങനെയാണ്. വരാന്തയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സാക്ഷിക്കും ദേവികയ്ക്കും മുൻപിലൂടെ അവരെ ശ്രദ്ധിക്കാതെ പൂക്കളുമായി മുറിയിലേക്ക് കടന്നുപോയ അതിഥിയെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം അന്താളിച്ച് പരസ്പരം നോക്കി. നീ എവിടുന്നാ വരുന്നേ? അതിഥിക്ക് പിറകെ റൂമിലേക്ക് കയറി സാക്ഷി ചോദിച്ചു. ഓഫീസിൽ നിന്ന്. അവൾ പൂക്കൾ വെക്കാൻ ടേബിളിൽ ഇടമുണ്ടാക്കുന്നതിനിടെ പറഞ്ഞു. അപ്പോൾ ഈ പൂവ് എവിടുന്നാ? ഏതവൻ? സാക്ഷി ഒരൽപ്പം ഞെട്ടലോടെ ചോദിച്ചു. ചേച്ചി, ഞാനൊന്ന് നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട്. ദേവിക അതിഥിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. നിനക്കിതിന്റെ ഭംഗിയാണോ വിഷയം? ഇതാര് തന്നുവെന്ന് ഇവൾ ആദ്യം പറയട്ടെ. സാക്ഷി ദേവികയെ നിരുത്സാഹപ്പെടുത്തി. നീ എന്തിനാ അവളോട് തട്ടിക്കയറുന്നേ? ഇതാര് തന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ? ഇന്നലെ ഡയറി തന്നുവെന്ന് പറഞ്ഞില്ലേ? അവൻ തന്നതാണ് ഈ പൂവും. അതിന് നീയും അവനും തമ്മിൽ വഴക്കല്ലേ? അതെ. എന്നിട്ട് നീ അവൻ പൂവ് തന്നപ്പോൾ അത് വാങ്ങി കൈ വെച്ചോ? അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിഥി സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. സംഭവങ്ങൾ വിശദീകരിച്ചു. എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി വല്ല റൊമാൻസുമാണോ ആളുടെ ഉദ്ദേശം? അല്ലാതെ ആരെങ്കിലും ആദ്യം കാണുമ്പോൾ തന്നെ ഡേറ്റിനൊക്കെ വിളിക്കുമോ? സാക്ഷിയും അവളെ പിന്താങ്ങി. ഒരു കോപ്പുമില്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അല്ലാതെ ഞാൻ അവനെ ഇനി വിളിക്കാനൊന്നും പോണില്ല. അതിഥി ഈ വിഷയം അവസാനിപ്പിക്കാൻ എന്നോണം ബക്കറ്റ് എടുത്ത് കുളിമുറിയിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോൾ വാതിൽക്കൽ തൊട്ടടുത്ത മുറികളിലെ 2 പെൺകുട്ടികൾ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ? അതിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ? നാളെ വാർഡന്റെ പിറന്നാളാണ്. ഞങ്ങൾ 12 മണിക്ക് ചെറിയ പ്രോഗ്രാം നടത്തുന്നുണ്ട്. കേക്ക് വാങ്ങി. പൂ വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ എവിടെയും കിട്ടാനില്ല. അപ്പോഴാണ് താൻ ഇതുമായി കയറി വരുന്നത് കണ്ടത്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവർ അങ്ങോട്ട് തല്ലെ കയറി പറഞ്ഞു. ആ, തരാം. അതിഥി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. 12 മണിക്കല്ലേ കേക്ക് മുറിക്കുന്നത്? അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. സാക്ഷി അതിഥിയെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് പെൺകുട്ടികൾക്ക് നേരെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ അവർക്കത് കൊടുക്കാമെന്ന് പറഞ്ഞേ? അവർ പോയി കഴിഞ്ഞ ശേഷം റൂം ലോക്ക് ചെയ്ത് സാക്ഷി ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയാനാ? ഈ പൂ അവർക്ക് കൊടുക്കണോ? വേണ്ട. അപ്പോൾ വായ തുറന്ന് പറഞ്ഞൂടെ? അല്ല, ഇതിപ്പോൾ കൊടുത്താൽ നിനക്കെന്താ? നീ വേറെ വഴിയില്ലാതെ വാങ്ങി വെച്ചതല്ലേ. പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. മാത്രമല്ല റൂമിൽ വെറുതെ സ്ഥലം മുടക്കാണ്. സാക്ഷി പൂക്കളെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ് സാക്ഷി, കൊടുക്കണ്ട. അതിഥിയുടെ മുഖം വാടി. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സാക്ഷി ബെഡിൽ മലർന്നു കിടന്നു. ഒരു ഗംഭീര ഐഡിയ ഉണ്ട്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം കിടക്കാം. അവർ വന്ന് വിളിച്ചാലും എഴുന്നേൽക്കണ്ട. കുറച്ച് വന്ന് ഡോറിൽ മുട്ടുമായിരിക്കും. നാളെ ചോദിക്കുമ്പോൾ നിനക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയെന്ന് പറയാം. സാക്ഷി തന്റെ കണ്ടുപിടുത്തം വിശദീകരിച്ചു. കൊള്ളാം, നൈസ് ഐഡിയ. അതിഥി ഓടിപ്പോയി സാക്ഷിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. നേരത്തെ കിടന്നെങ്കിലും ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ ആന്റിയുടെ കോൾ വന്നത്. ആന്റി, എന്താ ഈ സമയത്ത് വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോൺ എടുത്ത പാടെ അവൾ ചോദിച്ചു. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിളിന്റെ ഒരു ബന്ധു മരിച്ചു. ഞങ്ങൾക്ക് നാളെ പുലർച്ചെ പോകണം. നാളെ രാത്രി കഴിഞ്ഞ് മടങ്ങി വരും. ഷാലുവിന് എക്സാം ഉള്ളതുകൊണ്ട് അവളെ കൂട്ടാൻ പറ്റില്ല. മോള് നാളെ രാത്രി അവളുടെ കൂടെ ഇവിടെ നിൽക്കുമോ? പിറ്റേന്ന് രാവിലെ അവൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ വന്നേക്കാം. അതിനെന്താ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കോളാം. രാവിലെ നേരത്തെ ഇറങ്ങേണ്ടതുകൊണ്ടായിരിക്കും. വലിയ വിശേഷങ്ങൾക്ക് നിൽക്കാതെ ആന്റി വേഗം ഫോൺ വെച്ചു. നീ നാളെ രാത്രി ഇവിടെ ഉണ്ടാകില്ലേ? ഫോൺ കട്ട് ചെയ്ത പാടെ സാക്ഷി ചോദിച്ചു. ഇല്ല, ഷാലു ഒറ്റയ്ക്കാണ്. രാത്രി അവിടെ പോകണം. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു വരും. അതൊന്നും ശരിയാവില്ല. നാളെ രാത്രി ഒട്ടും പോകാൻ പറ്റില്ല. സാക്ഷി വാശി പിടിച്ചു. അതെന്താ നാളെ ഇത്ര പ്രത്യേകത? നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ? ഇനിയിപ്പോൾ എന്തായാലും എന്താ? സാക്ഷി പരിഭവത്തോടെ തിരിഞ്ഞിടുന്നു. ഗീത ചേച്ചിയോട് ഇന്നലത്തെ സംഭവങ്ങൾ എങ്ങനെ വിശദീകരിക്കുമെന്ന ആലോചനയോടെയാണ് പിറ്റേന്ന് അവൾ ഓഫീസിലേക്ക് കയറി ചെന്നത്. ജോലി തിരക്ക് കൂടുതലായതിനാൽ രാവിലെ ചേച്ചിയെയും ആദിയെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വൈകിട്ട് ചായ കുടിക്കാൻ അവൾ ചേച്ചിയെയും വിളിച്ചുകൊണ്ട് കടയിലെത്തി. ഇവിടുത്തെ ഇഞ്ചി ചായ ട്രൈ ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ്. ചായക്കപ്പുകൾ മേശമേൽ കൊണ്ടുവെക്കുന്നതിനിടെ ചേച്ചി പറഞ്ഞു. ചേച്ചി, ഇന്നലത്തെ കാര്യം ചേച്ചി വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ചേച്ചിയോട് മനഃപൂർവ്വം കളവ് പറഞ്ഞതല്ല. അവൾ ചേച്ചിയുടെ കൈ ചേർത്ത് പിടിച്ചു. അയ്യേ, നീ കളവ് പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിലും നീ അവനെ അറിയില്ലെന്ന് പറഞ്ഞതിൽ എനിക്ക് എന്തിനാണ് പരിഭവം ഉണ്ടാവേണ്ടത്? ഇല്ല, സത്യമായിട്ടും എനിക്ക് അവനെ വലിയ പരിചയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് അവനെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ. എടോ, അതിപ്പോൾ എന്തായാലും എൻ്റെ വിഷയമല്ല. നീ എന്നെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ എന്നോട് എല്ലാ കാര്യവും പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പോൾ ചേച്ചിക്ക് എന്നോട് പരിഭവമൊന്നുമില്ലേ? ഒന്നുമില്ല. വേഗം ചായ പിടിച്ച് വന്നേ, എനിക്ക് പോയിട്ട് ബാക്കി പണി ചെയ്യാനുണ്ട്. ചേച്ചി തിരക്ക് കൂട്ടി. അതെ, ആ പയ്യൻ കൊള്ളാട്ടോ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ചേച്ചിയും തുടങ്ങിക്കോ. ഇതങ്ങനെയൊന്നുമല്ല. അവൾ പരിഭവത്തോടെ തലതിരിച്ചു. അവിടെ അടുത്ത് വല്ല അമ്പലവും ഉണ്ടെങ്കിൽ നാളെ പോയി ഒന്ന് തൊഴുതിട്ട് വാ. രാത്രി ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു. നാളെ എന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്റെ പിറന്നാളല്ലേ നാളെ? അത് ഓർമ്മയില്ലേ അമ്മു നിനക്ക്? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഓ, നാളെയാണോ? ഞാൻ മറന്നു. നാളെ ഓഫീസുണ്ട്. ലീവുള്ള ഒരു ദിവസം പോകാം. പോകില്ലെന്ന് അവൾക്കും അമ്മയ്ക്കും നല്ല ഉറപ്പുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെടുത്തേണ്ട എന്നോർത്ത് അവൾ പറഞ്ഞു. സാക്ഷി ഇന്ന് രാത്രി ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യവും അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവൾ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ സാക്ഷിയെ വിളിച്ചു. എന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായില്ല. സാക്ഷി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഗിഫ്റ്റും ചോദിച്ച് ഒരാഴ്ച മുൻപേ എൻ്റെ പിറകെ നടന്നേനെ. അതിപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കും എന്നെനിക്കറിയാം. ഞാനൊന്നും വാങ്ങിച്ചില്ല. അല്ലെങ്കിലും ബർത്ത്ഡേ നൈറ്റ് ആന്റിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ആൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാനാ? എടോ, ഞാൻ മനഃപൂർവ്വമാണോ? ആന്റി അങ്ങനെ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ? നാളെ ഏത് ഡ്രസ്സാണ് ഓഫീസിലേക്ക് ഇടുന്നത്? ഉള്ളത് ഏതെങ്കിലും ഇട്ടിട്ട് പോകും. അല്ലാതെ ഇതെന്താ സ്കൂൾ വല്ലതുമാണോ പിറന്നാളിന് പുതിയ ഡ്രസ്സ് ഇട്ട് പോകാൻ? അതെനിക്ക് ചിരി വന്നു. നാളെ രാവിലെ തന്നെ പറയണം കേട്ടോ.
ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപേ സാക്ഷി പറഞ്ഞു, നാളെ ചേച്ചിയുടെ പിറന്നാളാണോ? ഒന്നും പറഞ്ഞില്ലല്ലോ, നമുക്ക് കേക്ക് വാങ്ങായിരുന്നില്ലേ? അവളുടെ സംസാരം കേട്ട് ശാലു ചോദിച്ചു. നീ ഒന്ന് പോയേ, ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് 23 വയസ്സായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ദേ കിടക്കാൻ പോവുകയാണ്. ഒരപേക്ഷയുണ്ട്, 12 മണിക്കൊന്നും വിളിച്ച് വിഷ് ചെയ്തേക്കരുത്. ഉറക്കത്തിൽ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. അയ്യോ, എന്നാൽ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ശാലു അതിഥിയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. നീ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ചേച്ചി കിടന്നോ? അതോ ആ പേരിൽ അപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരെ വല്ലതും കാണാനുള്ള ഇരിപ്പാണോ? ഞാനിപ്പോൾ ബാൽക്കണി പരിസരത്ത് പോലും പോകാറില്ല. എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്ത് അതിഥി ഉറങ്ങാൻ കിടന്നു. ഇന്നലെ രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ശാലു എപ്പോഴാണ് കിടന്നതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവളെ എഴുന്നേൽപ്പിക്കാതെ രാവിലെ തന്നെ ഡോർ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് അതിഥി ഹോസ്റ്റലിലേക്ക് നടന്നു. ഇന്നലെ രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ശാലു എപ്പോഴാണ് കിടന്നതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവളെ എഴുന്നേൽപ്പിക്കാതെ രാവിലെ തന്നെ ഡോർ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് അതിഥി ഹോസ്റ്റലിലേക്ക് നടന്നു. ഫോണിൽ ഇന്നലെ രാത്രി വന്ന മിസ് കോളുകളുണ്ട്. ഈ രാത്രി 12 മണിക്ക് വിളിച്ച് വിഷ് ചെയ്യുന്നതൊക്കെ ലേശം ബോറാണെങ്കിൽ പോലും ശരിക്കും നമ്മളോട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ അങ്ങനെ ചെയ്യാനിടയില്ല. +2 കാലം വരെ അവൾക്ക് പിറന്നാൾ രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടാറുള്ള പാൽപ്പായസവും സ്കൂളിൽ കൊടുക്കാൻ അച്ഛൻ വാങ്ങിച്ചു തരുന്ന മഞ്ഞ കളറുള്ള മാംഗോ ബൈറ്റ് മിഠായിയുമാണ്. ബുധനാഴ്ചകളിലല്ലാതെ കളർ ഡ്രസ് ഇട്ട് സ്റ്റൈലായി സ്കൂളിൽ കയറി ചെല്ലാം എന്ന ത്രില്ലും പിറന്നാൾ ദിവസത്തിനുണ്ട്. ചെയ്യാതെ വന്ന ഹോംവർക്കിനോ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾക്കോ അന്ന് വഴക്കും അടിയും കിട്ടില്ലെന്ന് ഉറപ്പാണ്. ക്ലാസ്സിൽ എല്ലാവർക്കും മിഠായികൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിന് മിഠായി നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ക്ലാസ്സിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അതിന് കൂട്ടു വിളിക്കാം. കളർ ഡ്രസ് ഇട്ട് ഓരോ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കണ്ണുകൾ ഒരേ സമയം നമ്മളിലാവും. അവർക്കിടയിലൂടെ രാജകീയമായി മിഠായി പാക്കറ്റും പിടിച്ച് ടീച്ചറുടെ അരിയിലേക്ക് എത്തുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ്. അന്ന് വൈകുന്നേരം വരെ ബാക്കി വരുന്ന മിഠായികൾക്കായി ഫ്രണ്ട്സൊക്കെ പിറകെ കൂടും. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒന്നിൽ കൂടുതൽ മിഠായി നൽകി സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു ദിവസം വേറെയില്ല. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അവളുടെയോ അനിയന്റെയോ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതൊക്കെ ആഡംബരം എന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും പക്ഷം. കൂട്ടുകാരും മാമന്റെ മക്കളുമൊക്കെ പിറന്നാൾ കേക്കുമായി വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ സ്നേഹമില്ലെന്ന് പരാതി പറയാൻ രണ്ടുപേരും മറക്കാറില്ല. പക്ഷേ കോളേജിൽ ചേർന്ന ശേഷം കേക്കും ആഘോഷങ്ങളും ഇല്ലാതെ ഒരു പിറന്നാൾ പോലും കടന്നുപോയിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ആ ഇഷ്ടം കുറഞ്ഞു പോകുമെന്നത് ഈ പിറന്നാൾ കേക്കിന്റെ കാര്യത്തിൽ ശരിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. മാംഗോ ബൈറ്റിന്റെ അല്പം പുളിയുള്ള മധുരത്തിലാണ് തന്റെ എല്ലാ പിറന്നാൾ സന്തോഷങ്ങളും ഇരിക്കുന്നതെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞതാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. റൂമിലേക്കുള്ള പടികൾ കയറവേ കോളേജിലേക്ക് ഇറങ്ങിയ ദേവിക അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡി. അല്ല, നീ എന്താ ഇന്ന് ഇത്ര നേരത്തെ? കോളേജിൽ ഇനി ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഞങ്ങളുടെ ബാച്ചിനാണ്. ഞാൻ വൈകിട്ട് നേരത്തെ വരാം. അവൾ തിടുക്കത്തിൽ പടികൾ ഇറങ്ങി. പുറത്തുനിന്ന് റൂം ലോക്ക് ചെയ്ത് കണ്ടപ്പോഴേ സാക്ഷി കുളിക്കാൻ പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. ഡോർ തുറന്ന് അകത്ത് കയറി ഓഫീസിലേക്കുള്ള ഡ്രസ്സ് തിരയുന്നതിനിടെയാണ് തന്റെ ബെഡിലിരിക്കുന്ന പാക്കറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നീല റാപ്പറിൽ വളരെ ഭംഗിയായി പൊതിഞ്ഞ പാക്കറ്റിന് പുറത്ത് യു ആർ വെരി കെയർലെസ്, ദാറ്റ്സ് വൈ ഐ ഹാവ് ടു കെയർ അബൌട്ട് യു. ഹാപ്പി ബർത്ത്ഡേ അതിഥി, ഐ ലവ് യു എന്ന് എഴുതിയിരുന്നു. സന്തോഷത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും പാക്കറ്റ് കയ്യിലെടുത്ത് തുറക്കാൻ പോകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് സാക്ഷി റൂമിലെത്തി. ആഹാ, ഞാനില്ലാതെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണോ? പാക്കറ്റ് കട്ടിലിനടിയിലേക്ക് വെക്കുന്നതിനിടെ അവൾ ചോദിച്ചു. എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തുറന്നു പോയതാ. നീ ക്ഷമിക്കേ. ആ, എന്തായാലും തുറക്ക്, എന്നിട്ട് പറ ഇഷ്ടമായോന്ന്. ഇത് നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാതെ വന്ന ഡ്രസ്സല്ലേ? നീ പിന്നെ അവിടെ വരെ പോയോ ഇത് വാങ്ങാൻ? അതിഥി അത്ഭുതത്തോടെ ചോദിച്ചു. യെസ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുമെന്ന്. പിന്നെ നിനക്ക് നല്ല ഇഷ്ടമായി എന്നും എനിക്ക് മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ അതിഥി. സാക്ഷി അതിഥിയെ കെട്ടിപ്പിടിച്ചു. പുതിയ ഡ്രസ്സ് ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ വലിയൊരു ഫാഷൻ ഷോ കഴിഞ്ഞാണ് അതിഥി ഓഫീസിലെത്തിയത്. അടിപൊളി ഡ്രസ്സ്, സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ് വിശേഷം? ലിഫ്റ്റ് കാത്തുനിന്ന അതിഥിയെ പുറകിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീതിച്ചു ചോദിച്ചു. വലിയ വിശേഷമൊന്നുമില്ല, എൻ്റെ പിറന്നാളാണ്, അത്രേ ഉള്ളൂ. ആഹാ, എന്നിട്ടാണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ്. വൈകുന്നേരം കേക്കുമായി ആദ്യം ശക്തിയും ഡെസ്കിലേക്ക് വന്നു. ഓഫീസിലെ പിറന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി. ഇത്രയുമാണ് നമ്മളുടെ ഭാഗം 13. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. അച്ഛനെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നു. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ്.